നമസ്കാരം. 2015 എഴുതിയ ഒരു ഗദ്യകവിതയാണ് രോഗാതുരന്റെ ശേഷക്രിയ. മിണ്ടാത്ത പെണ്ണിന്റെ കണ്ണുകൾ പറഞ്ഞു, കാത്തിരിക്കൂ. പകൽ ഒപ്പം നടക്കാത്തവൾ രാത്രിയിൽ കിതച്ചു. ഇനി എന്തിനീ അകലം, ഇനിയും ചേർന്നിരിക്കൂ. താലി കെട്ടിയവൾ എന്നും കൊതിപ്പിച്ചു, നാളെ ഡൈവോഴ്സ് ചെയ്യാം. ഒരിക്കൽ പ്രണയിച്ചവൾ എതിർച്ചയാ കണ്ടപ്പോൾ മുഴിഞ്ഞു, അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അന്നും ഇന്നും കിതച്ചലറി വന്ന കടൽത്തിര മുരണ്ടു. ആ താടി വടിക്കടാ, എന്നിട്ട് വന്ന് ചാവ്. തിരികെ പോരുമ്പോൾ നനച്ചു കുളിപ്പിച്ച് മഴ പറഞ്ഞു, ഓരോന്ന് കണ്ടും കേട്ടും കുളിരണ്ട, പനിക്കും. തൂങ്ങി മരണം തടഞ്ഞ് വൃക്ഷം പറഞ്ഞു, ഒരു പുതിയ ഷഡ്ഡി വാങ്ങിയിട്ടിട്ട് മതിയിഷ്ട. ആർക്കോ വേണ്ടി ഓടിത്തളർന്നപ്പോൾ ഇളങ്കാറ്റ് മന്ത്രിച്ചു, ഉത്തമ പുരുഷന് തളർച്ച പറഞ്ഞിട്ടില്ല സഖാവേ. വിപ്ലവകാരി, കലാകാരൻ, സാംസ്കാരിക നായകൻ, ഭക്തൻ, മേൽവിലാസങ്ങൾ മാറി മാറി വന്നു. ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, മറുമരുന്നില്ലാത്ത രോഗമാണ്, പകരാനും സാധ്യതയുണ്ട്. ആളെ ജീവനോടെ കുഴിച്ചുമൂടുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ശേഷക്രിയയ്ക്ക് ശേഷം പത്രക്കാർ ചോദിച്ചത് മറ്റൊന്നായിരുന്നു. എന്തായിരുന്നു സാർ രോഗം? ഡോക്ടർ അവരോടായി പ്രസ്താവിച്ചു, പ്രണയം. അയാൾക്ക് കടുത്ത പ്രണയമായിരുന്നു.